So hello dear students, today let us discuss about inverse functions. So a function g is the inverse of f if f of g of x equal to x and g of f of x equal to x. F of g of x means it is f composite g. Like g of f of x means it is g composite f. അപ്പോൾ എഫ് കോമ്പോസിറ്റ് ജിയുടെ ഡൊമൈൻ എന്ന് പറയുന്നത് ജിയുടെ ഡൊമൈൻ ആണല്ലേ. അതായത് എഫ് ഓഫ് ജി ഓഫ് എക്സിൽ എക്സ് എന്ന് പറയുന്നത് ജിയുടെ ഡൊമൈൻ ആയിരിക്കണം. ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നത് ജി കോമ്പോസിറ്റ് ഓഫ് എന്ന് പറയുന്നത് എഫിൻ്റെ ഡൊമൈൻ ആണല്ലേ. ദാറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ എവറി എക്സ് ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ്. ദാറ്റ് ഈസ് ജി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ് if y equal to f of x if and only if x equal to g of y. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ y equal to ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് തന്നു കഴിഞ്ഞാൽ അതിന് x equal to എ ഫംഗ്ഷൻ ഓഫ് y എന്ന് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് f. ആൻഡ് യൂഷ്വലി വി ആർ യൂസിങ് ദ നൊട്ടേഷൻ f ഇൻവേഴ്സ് ടു ഡിനോട്ട് f ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫിൻ്റെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/f ഓഫ് എക്സ് ആണ്. രണ്ടും ഒന്നല്ല കേട്ടോ, രണ്ടും ഡിഫറെൻ്റ് ആണ്. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫിൻ്റെ ഇൻവേഴ്സ്. എഫ് ഓഫ് എക്സ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കണ്ട് അതിൻ്റെ റെസിപ്രോക്കൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇൻവേഴ്സ് ഫംഗ്ഷൻ. നൗ നെക്സ്റ്റ് വി ഹാവ് എ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് we have to show that the function f of x and g of x are inverses of each other. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ അനുസരിച്ച് എന്ത് പ്രൂവ് ചെയ്താൽ മതി? എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നും ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നും പ്രൂവ് ചെയ്താൽ മതി അല്ലേ. പക്ഷേ അങ്ങനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആദ്യം എന്തായിരിക്കണം? എഫ് ഓഫ് ജി ഓഫ് എക്സിൻ്റെ ഡൊമൈന് ജി ഓഫ് എക്സിൻ്റെ ഡൊമൈൻ ആണോ എന്നും ചെക്ക് ചെയ്യണം. അതേപോലെ ജി ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ ഡൊമൈന് എഫിൻ്റെ ഡൊമൈൻ ആണോ എന്നും ചെക്ക് ചെയ്യണം. ആദ്യം ജസ്റ്റ് എഫും ജി എവിടേക്കാണ് ഡിഫൈൻഡ് ആണ് നമ്മളൊന്ന് ചെക്ക് ചെയ്തു. എഫ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് -∞ ടു ഇൻഫിനിറ്റിയിൽ ഡിഫൈൻഡ് ആണ് അല്ലേ. അതായത് എല്ലാ വാല്യൂനും അത് ഡിഫൈൻഡ് ആണ്. അതുപോലെ ജി ഓഫ് എക്സും ഫുൾ -∞, അതായത് ഫുൾ റിയൽ നമ്പേഴ്സിന് അത് ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഇനി ഡൊമൈൻ ചെക്ക് ചെയ്യേണ്ട, കറക്റ്റ് ആയിരിക്കും. ജസ്റ്റ് എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്താണെന്ന് നോക്കിയാൽ മതി. അതായത് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്താണെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താ വരിക? എഫ് ഓഫ് ജി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ക്യൂബാണ് അല്ലേ. എങ്ങനെയാണ് എഫിൻ്റെ വാല്യൂ? എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അത് എക്സ് റേസ് ടു 1/3 ആണ്. എഫ് ഓഫ് വൈ ആണെങ്കിൽ വൈ റേസ് ടു 1/3 ആണ്. എഫ് ഓഫ് സെഡ് ആണെങ്കിൽ സെഡ് റേസ് ടു 1/3. അതായത് എഫ് ഓഫ് എന്ന് പറയുന്നത് എന്ത് വേരിയബിൾ ആണോ അത് റേസ് ടു 1/3 ആണ് ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് റേസ് ടു 3 ആണ്. അപ്പോൾ എന്തായിരിക്കും ഫംഗ്ഷൻ വരിക? എക്സ് റേസ് ടു 3 റേസ് ടു 1/3 എന്നാണ് വരിക. അതായത് ദിസ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് വരും അല്ലേ. അതുപോലെ നമുക്ക് ജി ഓഫ് എക്സും കാണാം. അതായത് ജി ഓഫ് എഫ് ഓഫ് എക്സ് കാണാം അല്ലേ. നമ്മളിപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് കാണാം. ദാറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സ് റേസ് ടു 1/3 ആണ്. നേരത്തെ പറഞ്ഞ പോലെ ജി ഓഫ് എന്താണെങ്കിലും ആ വേരിയബിൾ റേസ് ടു 3 ആണ് വേണ്ടത്. ഇവിടെ ജി ഓഫ് എക്സ് റേസ് ടു 1/3 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് വരിക? എക്സ് റേസ് ടു 1/3 ഹോൾ ക്യൂബ് എന്നാണ് വരിക. അഗൈൻ 3 ക്യാൻസൽ ചെയ്ത് എക്സ് എന്ന് വരും. ഇപ്പോൾ ഡൊമൈൻ്റെ കറക്റ്റ് ആണ്. എഫ് ഓഫ് ജി ഓഫ് എക്സും ജി ഓഫ് എഫ് ഓഫ് എക്സും എക്സ് ആണ്. ദെർഫോർ ഇറ്റ് ഈസ് ദ ഇൻവേഴ്സ്. അത് എഫ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ജി ആൻഡ് ജി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നറിയാനൊരു കൗതുകം ഉണ്ടാവും. സോ ഗ്രാഫ് ഓഫ് എഫ് എന്ന് പറയുന്നത് എഫ് എന്താണോ നമ്മൾ ഫംഗ്ഷൻ വരയ്ക്കുന്നത് അതിൻ്റെ ജസ്റ്റ് ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആക്സസ് അല്ലെങ്കിൽ ഒരു ലൈൻ വേണം അല്ലേ. അതായത് വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന പ്ലേസിൽ നമ്മളൊരു മിറർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ എന്താണോ ഇമേജ് അതിൻ്റെ തന്നെ റിഫ്ലക്ഷൻ ആയിരിക്കും ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവുക. ഓക്കെ, സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു √x-1 ദെൻ റിഫ്ലക്ട് ദ ഗ്രാഫ് ഓഫ് എഫ് ടു വിത്ത് റെസ്പെക്ട് ദ ലൈൻ y ഈക്വൽ ടു എക്സ് ടു ഒബ്റ്റെയിൻ ദ ഗ്രാഫ് ഓഫ് എഫ് ഇൻവേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം √x-1 എന്നുള്ള ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എന്തൊക്കെ അറിയണം? ഡൊമൈൻ അറിയണം. സോ ഇവിടെ ഡൊമൈൻ എന്ന് പറയുന്നത് 1 to ∞ ആണ്. അഗൈൻ അത് ഇൻക്രീസിങ് ആണോ എന്ന് അറിയണം. അതായത് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. മാക്സിമം കോൺകേവ് ഡൗൺ ആണോ കോൺകേവ് അപ്പ് ആണോ എന്ന് അറിയണം. അതായത് എഫ് ഡബിൾ ഡാഷ് എന്താണെന്ന് അറിയണം. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇതിന് 0 ഇക്വേറ്റ് ചെയ്യണം. അതായത് മാക്സിമം ഉണ്ടോ മിനിമം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ ഇതെല്ലാം ചെയ്താലാണ് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റുക. അപ്പോൾ ഇത്
നമുക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദേ ആർ പ്ലോട്ടഡ് വൺ ഗ്രാഫ് ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് 1. ഇതാണ് ഗ്രാഫ് വരെ അല്ലേ. ഇമേജ് നോക്കൂ, y ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് 1. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ 1 to infinity നമ്മൾ ഡൊമൈനിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ ബ്ലൂ കളറുള്ള ലൈനാണ് വരിക. അതായത് y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഡോട്ടഡ് ലൈനിൻ്റെ രണ്ട് വശത്തുമായിട്ട് ഇമേജ് അല്ലേ. അതായത് ഈ ബ്ലൂ കളറിലുള്ളത് ഫങ്ഷൻ ആണെങ്കിൽ റെഡ് കളറിൽ അതിൻ്റെ ജസ്റ്റ് ഇമേജ് ആണ് അതിൻ്റെ ഇൻവേഴ്സ് ഫങ്ഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു ഫങ്ഷൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് എക്സ് ക്യൂബും എക്സ് റേസ് ടു 1/3 ആണ് അല്ലേ. ഇവിടെ നോക്കൂ, എക്സ് റേസ് ടു 1/3 എന്ന് പറയുന്ന ഫങ്ഷൻ്റെ ഗ്രാഫാണ് ബ്ലൂ കളറിൽ കാണുന്നത്. ഓക്കെ, ദെൻ എക്സ് റേസ് ടു 1/3 എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് ബ്ലൂ കളറിലും അതിൻ്റെ ജസ്റ്റ് ഇമേജ്, അതായത് y ഈക്വൽ ടു എക്സിൽ നമ്മളൊരു മിറർ വെച്ചാൽ എങ്ങനെ ഇമേജ് വരും അതുപോലെ എക്സ് റേസ് ടു 1/3 അതിൻ്റെ ഇമേജ്. ഓക്കെ, ഇൻ ജനറൽ ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കാം. അതായത് y ഈക്വൽ ടു എക്സിൻ്റെ രണ്ട് വശത്തും എ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മളുടെ ഫങ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സിൽ ബി എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാവും. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഒരു 0b എന്ന് പറയുന്ന പോയിന്റ് അതിനകത്തുണ്ടെങ്കിൽ 0b എന്ന് പറയുന്ന b0 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സിൽ b0 ആണെങ്കിൽ അവിടെ 0b ആയിരിക്കും തിരിച്ചു. ഇവിടെ a0 എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മുടെ ഫംഗ്ഷനിൽ ഉണ്ടെങ്കിൽ 0a എന്ന് പറയുന്നത് ഇൻവേഴ്സിൽ ഉണ്ടായിരിക്കും. ജസ്റ്റ് പ്രീ ഇമേജ് എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, ദെൻ 1-to-1 ഫംഗ്ഷൻ. We know that a function is 1-to-1 if no two numbers in D have the same image. അല്ലേ, അതായത് റൂട്ട് ഓഫ് എന്ന് പറയുമ്പോൾ അത് 1-to-1 അല്ല അല്ലേ. റൂട്ട് 4ന് -2 ഉണ്ട്, 2 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട് അല്ലേ. എഫ് ഓഫ് x1 നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് x2 whenever x1 നോട്ട് ഈക്വൽ ടു x2. രണ്ട് തരത്തിൽ ചെയ്യാം. അതായത് x1 നോട്ട് ഈക്വൽ ടു x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് x2. ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങനെ ചെയ്യാം, എഫ് ഓഫ് x1 is equal to f of x2 which implies x1 equal to x2. ഇങ്ങനെയാണെങ്കിലും 1-to-1 ആണ്. അല്ലെങ്കിൽ നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കാം. അതായത് ജോമെട്രിക്കലി എ ഫങ്ഷൻ ഈസ് 1-to-1 if every horizontal line intersects its graph no more than one point. This is called a horizontal line test. അതായത് horizontal line test വെച്ച് ഒരു ഗ്രാഫ് നമ്മൾ വരച്ചപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഗ്രാഫ് എങ്കിൽ ഇത് എക്സ് ആക്സിസിൽ വൈ ആക്സിസിന് പാരലൽ, അതായത് ഏത് ഹൊറിസോണ്ടൽ ലൈൻ എടുത്താലും ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് 1-to-1 ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ നോക്കിയാൽ 1-1 അല്ല. നമുക്ക് എപ്പോഴും അറിയാവുന്ന ഒരു ഫംഗ്ഷനാണ് ഏതാ, പരാബോള അല്ലേ. y ഈക്വൽ ടു x² എന്ന് പറയുന്ന പരാബോള. ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ അത് x ഈസ് ഈക്വൽ ടു റൂട്ട് y എന്നേ ആവുള്ളൂ അല്ലേ. സോ ഇവിടെ നോക്കൂ, y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഏത് പോയിന്റ് എടുത്താലും അത് രണ്ട് ലൈൻ എന്തായാലും ടച്ച് ചെയ്യുന്നത് കൊണ്ട് അത് 1-1 അല്ല. ഓക്കെ, 1-1 ഫംഗ്ഷൻ എഫ് ഇസ് വിത്ത് ഡൊമൈൻ ഇസ് 1-1 if no two numbers in D have the same image. Okay, again we have a theorem. A function has an inverse if and only if it is 1-to-1. ഇപ്പോൾ ചില കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കത് 1-1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എഫ് കോമ്പോസിറ്റ് ജി കോമ്പോസിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതിനെക്കാട്ടിലും ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇത് നമുക്ക് 1-1 ആണെന്ന് ചെക്ക് ചെയ്യാം. 1-1 ആണെന്ന് ചെക്ക് ചെയ്യാൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് യൂസ് ചെയ്യാം. ഇതിലേതെങ്കിലും 1-1 ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് ഉണ്ടാവും. Again, if function has an inverse, which means it will be 1-1. Okay, so next question, determine whether the function has an inverse. Okay, f of x equal to x raised to 1/3 and f of x equal to this first function നമ്മൾ നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തതാണ്. It has an inverse, right? Again it has an inverse. നമ്മൾ അതിൻ്റെ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഫിഗർ പ്ലോട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ
ഫിഗർ പ്ലോട്ട് ചെയ്ത് ഹൊറിസോണ്ടൽ ടെസ്റ്റ് നടത്താം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ എന്താ വരിക? എക്സ് റേസ് ടു 1/3 ഈക്വൽ ടു വൈ റേസ് ടു 1/3 എന്നാണ് വരിക അല്ലേ? രണ്ട് വശത്തും റേസ് ടു 3 എടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് എക്സ് ഈക്വൽ ടു വൈ എന്ന് വരും. ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് ആൻ ഇൻവേഴ്സ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ് ക്യൂബ് മൈനസ് 3x + 1. ഓക്കെ, ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? ജസ്റ്റ് സെയിം പ്രൊസീജിയർ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് പറയുന്നത്, അതായത് എക്സ് ക്യൂബ് മൈനസ് 3x + 1 ഈക്വൽ ടു വൈ ക്യൂബ് മൈനസ് 3y + 1. ഇവിടെ 1 ഗെറ്റ് ക്യാൻസൽഡ്. അപ്പോൾ നമുക്ക് വരുന്നത് എക്സ് ക്യൂബ് മൈനസ് 3x ഈക്വൽ ടു വൈ ക്യൂബ് മൈനസ് 3y എന്നാണ്. അപ്പോൾ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0യോ അതുപോലെ വൈക്ക് 1 എന്നുള്ള വാല്യൂ ഒക്കെ കൊടുക്കുമ്പോൾ എക്സിന് മൾട്ടിപ്പിൾ വാല്യൂസാണ് കിട്ടുന്നത്. ഓക്കെ, അതായത് ദിസ് ഇസ് നോട്ട് 1 1, അത് എക്സ് ഈക്വൽ ടു വൈ ആവണമെന്ന് നിർബന്ധമില്ല. ദാറ്റ് ഈസ് ദിസ് ഇസ് നോട്ട് 1 1, വിച്ച് മീൻസ് ദ ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇതാണ് അതിൻ്റെ ഗ്രാഫ്, എക്സ് ക്യൂബ് മൈനസ് 3x1. ക്ലിയർലി അതിൻ്റെ ഹൊറിസോണ്ടൽ ടെസ്റ്റ് നോക്കുക. ഹൊറിസോണ്ടൽ ടെസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരുമ്പോൾ അതിനെ മൾട്ടിപ്പിൾ പോയിൻറ്റ്സിൽ ടച്ച് ചെയ്യുന്നുണ്ട്, ഒന്നിലധികം പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇൻവേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ഏത് ലൈൻ വരച്ചാലും ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നൗ ദിസ് ആർ ദ ഗേറ്റ് ലൈൻസ് ഫോർ ഫൈൻഡിങ് ഇൻവേഴ്സ്. ഒരു ഫംഗ്ഷൻ തന്നാൽ എങ്ങനെയാണ് അതിൻ്റെ ഇൻവേഴ്സ് കാണുക എന്നുള്ളത്. ഇങ്ങനെയാണ് ആദ്യം ഫംഗ്ഷൻ എന്താണെന്ന് y ഈക്വൽ ടു എന്നുള്ള ഫോമിൽ എഴുതി. ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/√2x - 3 എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. y ഈക്വൽ ടു 1/√2x - 3 എന്ന് എഴുതി. ദെൻ സ്ക്വയർ ചെയ്തു ബോത്ത് സൈഡ്. നമുക്ക് എന്താ വേണ്ടത്? എക്സ് ഈക്വൽ ടു എന്നുള്ളൊരു ഫോമിൽ വേണം. അത്ര മാത്രമേ നമ്മുടെ എയിം ഉള്ളൂ അല്ലേ? എക്സ് കിട്ടാൻ അവിടെ റൂട്ട് ഉള്ളത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്യാൻ രണ്ട് വശത്തും സ്ക്വയർ ചെയ്തു. അപ്പോൾ y² ഈക്വൽ ടു 1/2x - 3 എന്ന് വരും. ദെൻ 2x - 3 എന്ന് പറയുന്നത് എഗെയിൻ 1/y² ആണ്. എഗൈൻ എനിക്ക് വേണ്ടത് എക്സ് ഈക്വൽ ടു ആണല്ലേ? അപ്പോൾ 2x ഇവിടെ നിർത്തി, 3നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2x ഈക്വൽ ടു 1/y² + 3. അതിന് LCM കാണുമ്പോൾ 3y² + 1/y² എന്ന് വരും. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ദിസ് ഈസ് ദ ഇൻവേഴ്സ്, എഫ് ഇൻവേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദിസ് എന്നാണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് y is equal to, ഇൻവേഴ്സ് ഓഫ് y is equal to 3y² + 1. അപ്പോൾ എക്സ് എന്നുള്ള ടേമിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് വേരിയബിൾസ് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് ആൻസർ. ഓക്കെ, ദിസ് ഈസ് എഫ് ഇൻവേഴ്സ്. ഓക്കെ, സോ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. y is equal to എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ബ്ലൂ കളറിലുള്ളതും അതിൻ്റെ ഇൻവേഴ്സ് കാണുമ്പോൾ റെഡ് കളറിൽ, അതായത് ശരിക്കും ബ്ലൂ കളറിൻ്റെ y ഈക്വൽ ടു എക്സിൽ ഉള്ള ഇമേജ്, പ്രീ ഇമേജ് അല്ലേ, മിറർ ഇമേജ് എന്ന് പറയാം നമുക്ക്. ദാറ്റ് ഈസ് എഫ് ഇൻവേഴ്സ്. ഓക്കെ.